തൃതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിലുള്ള സ്തുതി, ബ്രഹ്മസ്തുതി. ആ തൃതീയം 8 നമുക്ക് പറഞ്ഞു തരുന്നത് ഗോമതി അമ്മയാണ്. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി സാമാന്യ മര്യാദകളോടുകൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭാഗവതഹംസം മല്ലൂർ ശങ്കര നമ്പൂതിരിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഭാഗവത നവാഹയജ്ഞത്തിൽ 1-ാം ദിവസത്തെ അവസാനത്തെ പ്രഭാഷണം പറയുവാൻ വേണ്ടിക്കൊണ്ട് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വോഭ്യയം. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തിരുമേനിക്ക് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം, വിനീതമായ നമസ്കാരം. സർഗം എന്ന ലക്ഷണത്തോട് കൂടിയ 3-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായമാണ് സ്മരിക്കേണ്ടത്. വിതുര മൈത്രേയ സംവാദത്തിലൂടെ കുറുവംശത്തിലെ ശ്രേഷ്ഠൻ എന്നാണ് ശ്രീ ശുഗർ വിതുരന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാണ്ഡവ്യ മഹർഷിയുടെ ശാപത്താൽ ദാസിപുത്രനായിട്ട് പിറന്ന യമധർമ്മ രാജാവാണ് ശ്രീ വിതുരർ. ഭഗവാൻ വേദവ്യാസന്റെ പുത്രനാണ്, ധർമ്മിഷ്ഠനാണ്, ധർമ്മരാജാവാണ്, നീതിമാനാണ്, സർവോപരി ഭക്തോത്തമനാണ് വിതുരർ. അങ്ങനെയുള്ള ആ വിതുരർക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം ആ കൗരവസഭയിൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ നമ്മളൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അന്തേ നാരായണ സ്മൃതി എന്ന് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആ നാരായണൻ സ്വധാമത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് തന്നെ കാണാനെത്തിയ മൈത്രേയ മഹർഷിയോട് എന്താണ് പറഞ്ഞത്? തന്റെ പ്രിയ ഭക്തനായ വിതുരർക്ക് ഈ ഭാഗവതത്തെ ഉപദേശിക്കണമെന്ന്. ഞാൻ ഭക്തൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും എന്റെ ഭക്തൻ എന്ന് ഭഗവാനെ കൊണ്ട് പറയിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അങ്ങനെയുള്ള ഒരു ഭക്തൻ, ഒരു യോഗി ജനിച്ച കുലം പവിത്രം ജനനീകൃതാർത്ഥം വസുന്ധര പുണ്യവതീചതേന. അങ്ങനെ ആ കുലം പവിത്രമായി തീരുന്നു. ആ യോഗിയെ പ്രസവിച്ച അമ്മ ധന്യയായി തീർന്നു. ആ കുടുംബം, ആ ജന്മനാട്, ആ ഭൂമി തന്നെ പവിത്രമായി തീരുന്നു. ആദിശങ്കരാചാര്യരുടെ നാടായ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഭാരതം ആ ജന്മം കൊണ്ട് തന്നെ പവിത്രമായിരിക്കുന്നു എന്ന്. കഴിഞ്ഞ അധ്യായങ്ങളില് വിതുരർ കുറേയേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സുഖം ആഗ്രഹിച്ച മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവൻ ആഗ്രഹിക്കുന്ന ആ സുഖം അവന് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ദുഃഖങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ശാശ്വതമായിട്ട് ഒരു പരിഹാരമില്ലേ? പിന്നെ ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ ലീലകൾ, ഇങ്ങനെ ഓരോ അവതാരങ്ങൾ സ്വീകരിച്ച് ഇങ്ങനെ ലീലകൾ ആടുന്നത്? എങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടികളൊക്കെ ചെയ്തത്? എങ്ങനെ അവരെ സംരക്ഷിക്കുന്നു? ഇങ്ങനെ 100 ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ചോദ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ അവതരിപ്പിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മൈത്രേയ മഹർഷി ഉത്തരം പറയാൻ തുടങ്ങിയാണ്. ഈ 2 പരമഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടിയാല് അവർക്ക് ഭഗവത് കാര്യങ്ങളല്ലാതെ മറ്റൊന്നും സംസാരിക്കാൻ ഉണ്ടാവുകയില്ല. ഈ മൈത്രേയ മഹർഷിയുമായിട്ടുള്ള ആ സത്സംഗം തന്നെ തന്റെ മഹാഭാഗ്യമായിട്ടാണ് വിതുരര് കരുതുന്നത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, പ്രഭാസതീർത്ഥ മഹർഷീശ്വരന്മാരൊക്കെ ദർശിക്കാൻ കിട്ടിയ തന്റെ ആ അവസരം, ഇതിൽ പരം ഒരു മഹാഭാഗ്യം ഉണ്ടാകാനില്ല. ആ സജ്ജന സത്സംഗം തനിക്ക് ലഭിച്ചല്ലോ എന്ന്. അപ്പൊ ഇങ്ങനെ ഈ വിതുരരുടെ ചോദ്യങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമാണെന്ന് മൈത്രേയ മഹർഷി അഭിനന്ദിക്കുന്നു. എന്താ കാര്യം? നമ്മൾ ഈ സാധാരണക്കാരുടെ സംഭാഷണമാരിയല്ല, ലൗകിക വിഷയങ്ങളല്ല അവർ സംസാരിക്കുന്നത്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, ലോകത്തിന്റെ തന്നെ ലോകരുടെ ശ്രേയസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി
പറയാൻ തനിക്കൊരു അവസരം ലഭിച്ചല്ലോ. ആ ഭഗവാന്റെ കഥകളൊക്കെ സ്മരിക്കാനും അവയെ കീർത്തിക്കാനുമുള്ള അവസരം തനിക്ക് ലഭിച്ചല്ലോ എന്ന് സന്തോഷിക്കുകയാണ് മൈത്രേയ മഹർഷി. അതോടൊപ്പം അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് വിദുരരെ. ആ ചോദ്യം ചോദിച്ച വിദുരരും ഉത്തരം പറയാൻ പോകുന്ന താനും ഇത് കേൾക്കുന്ന മറ്റുള്ളവരും ആരൊക്കെ ഇത് കേൾക്കുന്നോ പഠിക്കുന്നോ എല്ലാവരും ഒരേപോലെ ആനന്ദിപ്പിക്കും. എന്തുകൊണ്ടാണ്? എല്ലാവരിലും ഒരേ ആത്മാവാണ് ഉള്ളത്. അപ്പൊ ആ ഭഗവാനും അതുകൊണ്ട് സന്തോഷിക്കും. അങ്ങനെയുള്ള ആ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള ഒരേ ഒരു ഉത്തരം എന്താണ്? ആ മോക്ഷശാസ്ത്രമായ ഭാഗവതം തന്നെയാണ്. ആ ഭാഗവതത്തെ ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാമെന്ന് പറഞ്ഞ് ആദ്യം തന്റെ ആ ഗുരു പരമ്പരയെ സ്മരിക്കുകയാണ്. അതില് ചതുർവ്യൂഹമൂർത്തികളിലെ സത്വഗുണ പ്രധാനിയാണ് വാസുദേവൻ. ആ വാസുദേവന്റെ തത്വം അറിയാനായിട്ട് സനകാദി മുനീശ്വരന്മാർ അവിടെ പാതാളത്തില് സംഘർഷണമൂർത്തിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ എത്തി. ആ തത്വങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് സംഘർഷണമൂർത്തി തന്റെ 1000-ലധികം ഭണങ്ങളുണ്ട്. ആ ഭണങ്ങളിൽ ഒരു ഭണത്തില് ഒരു കടുകുമണി പോകുന്ന ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തി സദാസമയം തന്റെ അധിഷ്ഠാനമായ താൻ ആശ്രയിക്കുന്ന ആ വാസുദേവനെ തന്നെ ധ്യാനിച്ചു കഴിയുകയാണ്. അങ്ങനെയുള്ള ആ സംഘർഷണമൂർത്തിയെ വന്ന് നമസ്കരിച്ച് ഭക്തിപൂർവം സ്തുതിച്ച് അവരിൽ നിന്ന് ഭഗവാനിൽ നിന്നും ആ ഭാഗവതത്തെ സ്വീകരിക്കുന്നു. പറഞ്ഞു കേട്ട് ആ ഊർധ്വരേതസ്സുകളായ സനകാദികള് അവര് നിവൃത്തി തൽപരരാണ്. അവര് ആ മോക്ഷപ്രദമായ ആ ഭാഗവതത്തെ ഗ്രഹിക്കുകയും തങ്ങളോട് ഉപദേശം തേടി വന്ന ആ സനൽകുമാരൻ ഉപദേശം തേടി വന്ന സാംഖ്യായന മഹർഷിക്ക് ആ ഭാഗവതത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നു. സാംഖ്യായന മഹർഷിയിൽ നിന്നും അത് പരാശര മഹർഷി അദ്ദേഹത്തിന്റെ ശിഷ്യനായ പരാശര മഹർഷിക്ക് ഉപദേശിക്കുന്നു. ഒപ്പം തന്നെ ദേവഗുരുവായ ബൃഹസ്പതിക്കും പറഞ്ഞു കൊടുക്കുന്നു. ബൃഹസ്പതി വഴി അങ്ങനെ അത് ദേവലോകത്തിലെത്തി സനകാദി മുനികൾ വഴി ആ ദേവലോകത്തിന് ഉപരിയുള്ള ലോകങ്ങളിലും അത് പ്രചരിച്ചു. ഈ പരാശര മഹർഷിക്ക് ഈ ഭാഗവതം ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം, എങ്ങനെ ആ അനുഗ്രഹം ലഭിച്ചു എന്നതിനെ കുറിച്ച് ഒരു ചെറിയ സംഭവം പറയുന്നുണ്ട്. വസിഷ്ഠ മഹർഷിയുടെ പുത്രനാണ് ശക്തി എന്ന ബ്രാഹ്മണൻ. അദ്ദേഹത്തെ രാക്ഷസൻ ഭക്ഷിച്ചു. അത് നവമസ്കന്ധത്തില് പറയുന്നുണ്ട് ആ കഥ. അദ്ദേഹത്തിന്റെ പുത്രനാണ് പരാശര മഹർഷി. അപ്പൊ തന്റെ പിതാവിന് വധിച്ച രാക്ഷസന്മാരോടുള്ള കോപത്താൽ ഒരു സത്രം നടത്തുകയും അതില് ഈ രാക്ഷസ വർഗത്തെ തന്നെ ഹോമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ സമയം രാക്ഷസന്മാരൊക്കെ ഭയന്നിട്ട് അവരുടെ പിതാവായ പുലസ്ത്യ മഹർഷിയെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു. പുലസ്ത്യ മഹർഷി പരാശര മഹർഷിയെ സമീപിച്ച് അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ച് അനുനയിപ്പിച്ച് ആ കർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. എന്നിട്ട് അതിൽ സന്തോഷിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ശ്രേഷ്ഠമായ പുരാണ വക്താവായി തീരട്ടെ എന്ന അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പരാശര മഹർഷിക്ക് ആ ഭാഗവതം ലഭിച്ചത്. ആ ഭാഗവതം അദ്ദേഹം തന്റെ ശിഷ്യനായ മൈത്രേയ മഹർഷിക്ക് പറയുകയാണ്. അതാണ് വിഷ്ണു പുരാണമായിട്ട് പറയുന്നത്. അത് 5 ലക്ഷണങ്ങളോട് കൂടിയതാണ്. ഭാഗവതം 10 ലക്ഷണങ്ങളോടെയുള്ളതാണ്. ഇതിൽ തന്നെ മറ്റൊരു പരമ്പര പറയുന്നത് ആദിനാരായണനായ ഭഗവാൻ ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു. ബ്രഹ്മാവിൽ നിന്നും അത് ഭഗവാൻ വേദവ്യാസന് ലഭിച്ചു. വേദവ്യാസൻ തന്റെ പുത്രനായ ശ്രീശുകനെ അത് പഠിപ്പിച്ചു. ശ്രീശുകൻ അത് ഗംഗാതീരത്തെ പ്രായോപദേശം ചെയ്തിരിക്കുന്ന പരീക്ഷിത്ത് രാജാവിന് അത് പറഞ്ഞു കൊടുക്കുകയും ആ സമയത്തും മൈത്രേയ മഹർഷി അവിടെ സന്നിഹിതനായിരുന്നു. അങ്ങനെ മൈത്രേയ മഹർഷി 2 പരമ്പരയിൽ നിന്നും അത് ഗ്രഹിക്കാനുള്ള അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അത് ആ ഗുരുവിന്റെ അനുഗ്രഹം തന്നെയായിട്ട് കരുതുന്നു. അപ്പൊ ഇങ്ങനെ അങ്ങനെ തനിക്ക് ലഭിച്ച ആ ഭാഗവതത്തെ ഞാൻ വിദുരർക്ക് ഉപദേശിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ പാത്മകൽപ്പത്തിലെ സൃഷ്ടി മുതല് പറയാൻ ആരംഭിക്കുന്നത്. ആദികേശവമൂർത്തി ഏകനായിട്ട് കാരണജലത്തില് അനന്തതൽപ ശയനത്തില് നിദ്ര ചെയ്യുന്ന സമയമാണ്. ഇതാണ് നൈമിത്തിക പ്രളയം എന്നറിയപ്പെടുന്നത്. ആ പ്രളയം ആ സമയത്ത് ഭഗവാൻ നിഷ്ക്രിയനാണ്, ലീലകളൊന്നും തന്നെ ചെയ്യുന്നില്ല. തന്നിൽ തന്നെ ആത്മാരാമനായിട്ട് ആത്മരതിയിൽ മുഴുകി കഴിയുകയാണ്. ആ ഉള്ളിലുള്ള പ്രപഞ്ച ഭൂതസൂക്ഷ്മങ്ങളൊക്കെ ഭഗവാനിൽ തന്നെ അന്തർലീനമായിരുന്നു പ്രളയ സമയത്ത്. എങ്ങനെയാണോ വിറകിനുള്ളില് അഗ്നി പ്രകടമാകാതെ അന്തർലീനമായിരിക്കുന്നത് അതുപോലെ. അപ്പൊ കാലമാകുമ്പോൾ ആ സൃഷ്ടി പുനരാരംഭിക്കാനുള്ള ആ സങ്കല്പത്തോടെ
തന്റെ തന്നെ ശക്തിയാകുന്ന കാലത്തോട് തന്നെ ആ സമയമാകുമ്പോൾ ഉണർത്തണം എന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് ഭഗവാൻ ആ നിദ്രയെ പ്രാപിക്കുന്നത്. നമ്മളൊക്കെ അലാറം വെച്ചിട്ട് കിടക്കും, അലാം അടിക്കുമ്പോഴത്തേക്ക് എണീക്കാനായിട്ട്. അതുപോലെ ഭഗവാൻ ആ കാലശക്തിയോട് പറഞ്ഞിട്ടാണ് നിദ്രയെ പ്രാപിച്ചത്. അപ്പൊ ഈ സൃഷ്ടിയുടെ പ്രേരക ഘടകം എന്ന് പറയുന്നത് ആ കാലമാണ്. ഇങ്ങനെ 1000 ചതുർയുഗങ്ങൾ, അതാണ് ബ്രഹ്മാവിന്റെ രാത്രിയാണ്, ബ്രഹ്മാവും നിദ്രയിൽ ഇരിക്കുന്ന സമയമാണ്. ആ 1000 ചതുർയുഗങ്ങളാണ് ഈ ഇങ്ങനെ യോഗനിദ്രയിൽ കഴിഞ്ഞത്. ആ സമയം കഴിഞ്ഞപ്പോൾ, കാലമായപ്പോൾ ആ കാലത്താൽ ഉണർത്തപ്പെട്ടു ഭഗവാൻ. ഉണർന്ന ഭഗവാൻ തൻ്റെ ഉള്ളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ആ സൂക്ഷ്മഭൂതങ്ങളെ ഭഗവാൻ ദർശിച്ചു. അങ്ങനെ ആ ഭഗവാന്റെ ഈക്ഷണത്താല് ആ കാലശക്തിയാൽ വികാരം പ്രാപിച്ച് രജോ ഗുണം അത് ഭഗവാനെ ആ സൃഷ്ടിക്കായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ സങ്കല്പിക്കുകയാണ് ഇങ്ങനെ, താൻ വെറും ജഡമല്ല, തൻ്റെ ഉള്ളിൽ അനന്തമായ ശക്തികളുണ്ട്, അവയെല്ലാം പുറത്തേക്ക് പ്രകാശിപ്പിക്കണം. ഈ സങ്കല്പത്തിന്റെ ഫലമായിട്ട് ആ സൂക്ഷ്മ പ്രപഞ്ചത്തിന്റെ ബീജം ഉൾക്കൊണ്ട് ഒരു താമരമട്ട് ഭഗവാന്റെ നാഭിയെ ഭേദിച്ച് പുറത്തേക്ക് വരുന്നു. അപ്പൊ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച ആ സൂക്ഷ്മ പദാർത്ഥ രൂപത്തിലുള്ള ആ താമരമട്ട് അത് ഉയർന്ന് ആ കാരണജലത്തിന്റെ ഉപരിതലത്തിലേക്ക് വരികയാണ്. അത് ആ ആത്മപ്രകാശത്താല് അവിടെ മുഴുവൻ പ്രകാശിപ്പിച്ചു. അങ്ങനെ ആ ഭഗവാൻ തന്റെ നാഭിയിൽ നിന്നും ആ താമര വന്ന് ആ ഭഗവാൻ ആദിനാരായണൻ ശ്രീ പത്മനാഭനായി. ആ താമരപ്പൂവ് ഭഗവാന്റെ പൂജയ്ക്ക്, വിഷ്ണു പൂജയ്ക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുമായി. ഈ പത്മത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ കൽപ്പത്തെ പാത്മകൽപ്പം എന്ന പേരും അതിന് ലഭിച്ചു. ഇങ്ങനെ ഭഗവാൻ തന്നെ സ്വയം ആ പ്രപഞ്ച തത്വമായ താമരയിൽ പ്രവേശിച്ച് വിധാതാവും വേദസ്വരൂപനുമായ ബ്രഹ്മദേവനായിട്ട് ഭവിക്കുകയാണ് ഉണ്ടായത്. അതിനാൽ ആ ബ്രഹ്മദേവൻ സ്വയംഭൂ എന്ന പേരിൽ അറിയപ്പെടാനിടയായി. ബ്രഹ്മാവ് ആ പത്മത്തിൽ നിന്നും ജാതനായതുകൊണ്ട് പത്മജൻ എന്ന പേരും ലഭിച്ചു. അങ്ങനെ ആ നിർഗുണനായിരുന്ന ആ ഭഗവാൻ, ആദിനാരായണൻ, ആദികേശവനായിരുന്ന ആ ഭഗവാൻ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് രജോ ഗുണത്തെ സ്വീകരിച്ചു. ഈ താമരയുടെ മധ്യഭാഗത്തുള്ള കർണികയിൽ ഇരുന്നിരുന്ന ആ ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ ഉള്ളിൽ തന്നെ ആ പൂർവജന്മ സ്മരണകളുണ്ട്. ആ ലോക സൃഷ്ടി ചെയ്തതിന്റെ സ്മരണകൾ, ആ വാസനകൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം ആ സങ്കല്പത്തിലാണ് ചുറ്റും നോക്കുന്നത്. ആ കാരണജലം മാത്രമേ കാണുന്നുള്ളൂ. ചുറ്റും 4 സൈഡും ഇങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് 4 സൈഡും 4 വശത്തും 4 മുഖങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് ബ്രഹ്മാവ് ചതുർമുഖനാകുന്നത്, നാൻമുഖൻ. ഈ അന്ധകരണം എന്ന് പറയുന്നത് 4 വൃത്തികളോട് കൂടിയുള്ളതാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ ചിത്തത്തിലുള്ള അറിവിനെ ആ മനസ്സിലാണ് സങ്കല്പ വികല്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ മനസ്സിലെ സങ്കല്പിച്ചിട്ട് അതിനെ ബുദ്ധി കൊണ്ട് നിശ്ചയിച്ച് ഉറപ്പിക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരം അത് പ്രവർത്തിക്കുമ്പോഴാണ്, ഈ 4ഉം സംയോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നിശ്ചയിച്ച കാര്യങ്ങൾ അത് വേണ്ട രീതിയിൽ നടക്കുന്നത്. ഈ 4 വൃത്തികളും 4 വഴിക്ക് പോയാൽ ആ പ്രവൃത്തി വികലമായി പോകും. ഇങ്ങനെ ആ 4 വൃത്തികളുടെയും സമഷ്ടി രൂപം, ആ സമഷ്ടി മനസ്സാണ് ബ്രഹ്മദേവൻ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മദേവൻ താമരയിൽ ഇരുന്ന് ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും ഓർമ്മ വരുന്നില്ല. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്, ഈ താമര, ഞാനിരിക്കുന്ന താമര ഇത് എവിടെ നിന്ന് വന്നതാണ്, ഇതിന്റെ ഉത്ഭവസ്ഥാനം ഒന്നും അറിയുന്നില്ലല്ലോ, ഇതിന് ഉത്ഭവം ഉണ്ടോ ഇല്ലാതെ ശൂന്യതയിൽ വന്നതാണോ, ഒന്നും അറിയുന്നില്ല. ഇങ്ങനെ ആലോചിച്ചു. ഒരു കാരണം ഉണ്ടെങ്കിൽ, ഒരു കാര്യമുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകണം. അപ്പൊ ഈ താമര എന്ന് പറയുന്ന ഇതിനൊരു അധിഷ്ഠാനം എന്തായാലും ഉണ്ടാകണം. അപ്പൊ അതിന് അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ ആ ഒരു രജോ ഗുണം കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരികയാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ബ്രഹ്മാവാണ്. നമ്മളുടെ ഉള്ളിലും ഇതേ ചിന്തകൾ തന്നെ. നമ്മളും ആ കാലശക്തിയാലാണ് ഉറക്കമുണരുന്നത്. നമ്മൾ എപ്പോഴും ഉണരുന്നു. ആ ഉണരുന്നത് ആ കാലശക്തി നമ്മളെ ഉണർത്തിയിട്ടാണ് നമ്മൾ ഉണരുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ നമ്മളും ഈ സത്യാന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ യുക്തിയുക്തമായിട്ട് ചിന്തിക്കാനുള്ള ആ കഴിവാണ് മനുഷ്യനെ മറ്റ് സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇങ്ങനെ ഈ ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ താമരയുടെ തണ്ടിനുള്ളില് അതിന്റെ സുഷിരങ്ങളുണ്ട് താമരത്തണ്ടിനുള്ളില്. ആ സുഷിരങ്ങൾ വഴി ആ ജലത്തിനുള്ളിലേക്ക്
ഇറങ്ങിപ്പോയി അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് ഇതിന്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ് വരുന്നത് എന്ന്. കുറെ ദൂരം സംവത്സരങ്ങളോളം 100-ലധികം സംവത്സരങ്ങള് അദ്ദേഹം ഇങ്ങനെ അതിന്റെ ഉൽപ്പത്തി സ്ഥാനം തെരഞ്ഞ് അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ സാധിച്ചില്ല. ആ ഇരുട്ടില് തപ്പി തടഞ്ഞതല്ലാതെ അദ്ദേഹത്തിന് അതിന്റെ ആ സ്ഥാനം കിട്ടാതെ അദ്ദേഹം നിരാശനായിട്ട് മടങ്ങി തന്റെ ആ താമരയുടെ ഉപരിതലത്തിൽ സ്വസ്ഥാനത്ത് തന്നെ വന്നിരുന്നു. കാലചക്രം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇങ്ങനെ ആയുസിന്റെ നല്ലൊരു പങ്കും നഷ്ടമാവുകയാണ്. പൂന്താനം തിരുമേനി പറയുന്നുണ്ട് ജ്ഞാനപ്പാനയില് എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും. ഇങ്ങനെ ആഗ്രഹങ്ങള് ഇങ്ങനെ പ്രായമാകുന്നു, നമ്മൾ മരണത്തോട് അടുക്കുന്നു, ആയുസ് തീരുന്നു എന്നല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവും വരുന്നില്ല. ആഗ്രഹങ്ങൾ പിന്നെയും പിന്നെയും വർദ്ധിക്കുകയാണ്. അത് ആ ലൗകിക സുഖങ്ങൾ, അങ്ങനെ ലൗകിക വിഷയങ്ങളിലേക്കാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്നത്. ശരിയായിട്ട് നമ്മൾ എന്തിനൊന്ന് അറിയണമോ അതറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. അപ്പൊ അതിന് ഇനി അധിക സമയമില്ല, പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളൂ എന്നാണ് തിരുമേനി പറയുന്നത്. ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. അപ്പം ഇനി ഉള്ള കാലം നമ്മൾ നാമസങ്കീർത്തനം ചെയ്ത് ആ വൈകുണ്ഠത്തിനെയൊക്കെ എല്ലാവരും പോയിക്കൊള്ളുക എത്രയും പെട്ടെന്ന്. ആരും ഇനി സമയം കളയാനില്ല എന്നാണ് തിരുമേനി പറയുന്നത്. അപ്പൊ ഇങ്ങനെ ബ്രഹ്മാവും ഇത് താൻ എന്തൊന്ന് ആഗ്രഹിച്ചിട്ടാണോ താൻ ഇങ്ങനെ പുറമേയെല്ലാം അന്വേഷിച്ച് നടന്നത്, അത് ലഭിച്ചില്ല എന്നുള്ള ഒരു മനസ്താപം, ഒരു നിരാശ ഉണ്ടായി. അതിൽ നിന്ന് വൈരാഗ്യമുണ്ടായി. പിന്നെ അങ്ങനെ ഒരു പതുക്കെ ജ്ഞാനം തെളിയുകയാണ്. അപ്പൊ നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമ്മൾ ഇത് നേടാമെന്ന് വിചാരിക്കുന്നത് നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ അതിനെ ഒരു ഗുരുവിനെ ആശ്രയിച്ചേ തീരുകയുള്ളൂ. അപ്പം ഭഗവാനെ തന്നെ ആശ്രയിക്കണം. ഭഗവാൻ ശ്രീഹരിക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ ജ്ഞാനം അദ്ദേഹത്തിന് പൂർവ്വവാസന ആ സ്മരണ ഉള്ളിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി. അങ്ങനെ ആ ബഹിർമുഖമായുള്ള ഇന്ദ്രിയങ്ങളെയെല്ലാം അദ്ദേഹം ഉള്ളിലേക്കാക്കി അന്തർമുഖനായി. പ്രാണായാമത്തിലൂടെ തന്റെ പ്രാണനെയും ആ വൈരാഗ്യത്തിൽ നിന്ന് ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം നിയന്ത്രിച്ചിട്ട് തന്റെ പരിശ്രമം കൊണ്ട് മാത്രം ഈ അറിവ് പ്രാപ്യമാകില്ല എന്ന് ബോധ്യമായിട്ട് സമാധി നിലയെ പ്രാപിക്കുകയാണ്. അങ്ങനെ 100-ലധികം സംവത്സരങ്ങള് തപസ് ചെയ്യാൻ തയ്യാറായി. പരീക്ഷിത്തും ഇതേമാതിരി സൃഷ്ടികാര്യം സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട് ശ്രീശുകനോട്. ആ സമയം ശ്രീശുകൻ പറയുന്നുണ്ട്, ഇങ്ങനെ നിരാശനായ ബ്രഹ്മാവ് തിരിച്ച പത്മത്തിൽ വന്ന് ഇരുന്നിട്ട് അദ്ദേഹത്തിന് അപ്പോ തപാ തപ എന്ന് അശരീരി വാക്കുകൾ കേൾക്കും. എന്നിട്ട് അദ്ദേഹം തപസ്സിന് പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ പറയും. ഈ ബ്രഹ്മാവിനും ഇതിലും അങ്ങനെ ആ വാക്കുകൾ തനിക്കുള്ളിൽ അങ്ങനെ തോന്നിക്കാണും. അദ്ദേഹം അങ്ങനെ തപസ് ചെയ്യാൻ പുറപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ഒരടി ഭഗവാനെ ആശ്രയിക്കണം. നമ്മൾ ഭഗവാൻ വിചാരമുണ്ട്, നമ്മൾ ഒരടി വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ 10 അടി നമ്മുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത്. അത് ഗുരു രൂപത്തില് ഭഗവാൻ തന്നെയോ ഒരു ഗുരുവിനെ അയക്കുകയോ എങ്ങനെയെങ്കിലും നമുക്ക് ആ മാർഗം, നമ്മളുടെ അവ്യക്തമായ മാർഗം നമുക്ക് കാണിച്ചു തരും. അപ്പൊ അങ്ങനെ അന്ധകരണം ശുദ്ധമാകണം. അപ്പൊ ബ്രഹ്മാവിന് അതാണ്, ഇത്രയും വർഷം താൻ പ്രയത്നിച്ച് തനിക്ക് അതിന് ഫലമൊന്നും ഉണ്ടായില്ല. ആ നിരാശയിൽ നിന്ന് വൈരാഗ്യം ഉണ്ടായി. അങ്ങനെ ആ ഭഗവത് ചിന്തയുണ്ടായി. അങ്ങനെ ആ മനസ്സ് ശുദ്ധമായി. ആ മനസ്സ് ഏകാഗ്രമായാൽ മാത്രമേ നമുക്ക് അങ്ങനെ ആയപ്പോഴാണ് ബ്രഹ്മാവിന് പുറമേ താൻ എന്താണോ അന്വേഷിച്ച് നടന്നത് അത് ഭഗവാൻ ഉള്ളിൽ തന്നെ തോന്നിച്ചു. ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ തന്നെ അത് പ്രകാശിച്ചു. അപ്പൊ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ, നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് അത് പൂർണ്ണമാകുകയില്ല എന്ന് മനസ്സിലായി. പുറമെ എത്ര തന്നെ പൂജകളും ക്ഷേത്രാടനങ്ങളും സത്കർമ്മങ്ങളും എന്തൊക്കെ ചെയ്താലും ആ മനഃശുദ്ധി വന്നില്ലെങ്കിൽ, മനസ്സ് ശാന്തമായില്ലെങ്കിൽ ആ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുന്നില്ല അതിൽ നിന്നുള്ള. അപ്പൊ മനസ്സ് ശാന്തമാകണം, എന്നാലേ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. ഹിരണ്യാക്ഷൻ 14 ലോകങ്ങളും ഭഗവാനെ അന്വേഷിച്ച് നടന്നു. പക്ഷെ കാണാൻ സാധിച്ചില്ല. എന്താണ്? ഭഗവാൻ ഹിരണ്യാക്ഷന്റെ ഹൃദയത്തിലായിരുന്നു. ഭഗവാൻ അറിയാം ഹിരണ്യാക്ഷന്റെ കണ്ണുകൾ പുറത്തേക്കാണ് നിൽക്കുന്നത്, അത് ഉള്ളിലേക്ക് നോക്കില്ല. അത് നോക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഒന്നല്ല 4 തലയുണ്ടെങ്കിലും നടക്കില്ല എന്നർത്ഥം. ഇപ്പൊ ബ്രഹ്മാവിന് അതാണ് പറ്റിയത്. ഈ തത്വങ്ങളെല്ലാം ഈ തത്വം തന്നെയാണ് ബ്രഹ്മമോഹനം, ദശമസ്കന്ധത്തില് ബ്രഹ്മമോഹനം എന്ന ലീലയില് ഭഗവാൻ കാണിച്ചു തരുന്നത്. ഇങ്ങനെ അന്ധകരണ വൃത്തികള് അടങ്ങണം. അടങ്ങിയാല് ഈശ്വര തത്വത്തിന്
അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി ബ്രഹ്മാവ് കണ്ട ആ ഭഗവാന്റെ ആദി നാരായണന്റെ ആ വർണ്ണന, സ്വരൂപ വർണ്ണനയാണ് 23 മുതൽ 9 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതില് ഭഗവാൻ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആദിശേഷനിൽ ശയിക്കുന്ന, ഏകനായിട്ട് ശയിക്കുന്ന ആ ആദിനാരായണ രൂപത്തെ ദർശിക്കുകയാണ് ബ്രഹ്മദേവൻ. ആദിശേഷൻ എങ്ങനെയാണ് വെൺകൊറ്റക്കുട വിരിച്ച പോലെ നല്ല വിസ്താരമുള്ള ഓരോ ഭണങ്ങളിലും നാഗമാണിക്യം കൊണ്ട് അലങ്കരിച്ച കിരീടം ധരിച്ചിരിക്കുന്നു. അതിന്റെ പ്രഭ അന്ധകാരത്തെ മുഴുവൻ ഇല്ലാതെയാക്കി അവിടെയൊക്കെ ശോഭമാനമാക്കിയിരിക്കുന്നു. ബ്രഹ്മാവ് കാണുന്ന ഭഗവാൻ എങ്ങനെയാണ്? ഒരു മരതക മല പച്ച കളറില്, ഭീഷ്മസ്തുതിയിൽ ഭീഷ്മര് പറയും ത്രിഭുവന കമനം തമാലവർണം, നല്ല പച്ച കരിമ്പന പോലെയുള്ള ആ പച്ച കളറില്, കരിമ്പച്ച കളറിലുള്ള ആ ഭഗവാന്റെ ശരീരം, എത്ര മനോഹരമായ ശരീരം! അത് കണ്ടിട്ടാണ് ഭീഷ്മര് തന്റെ ശരീരം വെടിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു രൂപത്തില് ഭഗവാനെ ഒരു വിരാട് സ്വരൂപത്തിലാണ് ഇവിടെ ദർശിക്കുന്നത്. ആ ഒരു പർവ്വതത്തിൽ എന്തൊക്കെ ഉണ്ടാകും? പർവ്വതത്തിന് അതില് ആ സ്വർണം, സൂര്യരശ്മികൾ പതിക്കുമ്പോൾ, സന്ധ്യാസമയത്ത് സൂര്യരശ്മികൾ പതിക്കുമ്പോൾ നല്ല മഞ്ഞ കളറ്, അത് ആ പർവ്വതത്തിന് ഒരു മഞ്ഞ പുതപ്പിച്ച പോലെ ഭഗവാൻ, അങ്ങനെയാണ് ഭഗവാന്റെ ആ പട്ട് പീതാംബരം കാണുന്നത്. അതുപോലെ ഭഗവാന്റെ ആ കിരീടം, പർവ്വതത്തിൽ കൊടുമുടികൾ ഉണ്ടാവും. ആ കൊടുമുടികൾ ഇങ്ങനെ ഇതില് സൂര്യപ്രകാശത്തിൽ നല്ല വെട്ടിത്തിളങ്ങും. അപ്പൊ ഭഗവാന്റെ ആ കിരീടത്തിലുള്ള രത്നങ്ങള് അതിന്റെ പ്രകാശത്താല് അതിങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. 14 ലോകങ്ങളും ആ ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു. അത്രയ്ക്ക് വലിപ്പമുള്ള ശരീരമാണ് ഭഗവാന്റേത്. ആ ശരീരത്തില് പർവ്വതത്തിൽ ധാരാളം മുളങ്കാടുകൾ ഉണ്ടാകും. ആ മുളങ്കാടുകളൊക്കെ ബ്രഹ്മാവിന് എങ്ങനെയാണ്? ഭഗവാന്റെ ഭുജങ്ങളായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ആ വൃക്ഷങ്ങൾ ഭഗവാന്റെ പാദങ്ങളായിട്ട് ബ്രഹ്മാവ് ദർശിക്കുന്നു. അതില് ധാരാളം ധാതുക്കൾ ഉണ്ടാകും. പർവ്വതത്തില് ഖനികൾ ഉണ്ടാകും. ഖനികളിൽ നിന്ന് രത്നങ്ങളും എല്ലാം കിട്ടും, സ്വർണം, രത്നം. അങ്ങനെ ഭഗവാന്റെ ഓരോ ആഭരണങ്ങളും, ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആ പട്ട് പീതാംബരത്തിന് മുകളിൽ നല്ല ഭംഗിയുള്ള അരഞ്ഞാണം ധരിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള അരക്കെട്ട്, കഴുത്തില് നല്ല രത്നമാലകള്, മുത്തുമാലകള്, ആ പാലാഴിമദന സമയത്ത് ലഭിച്ച കൗസ്തുഭരത്നം, അതിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം സമുദ്രത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അതിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ആ വെള്ളം കണ്ടു കഴിഞ്ഞാല് ഒരു പർവ്വതത്തിൽ എങ്ങനെയാണോ ജലപ്രവാഹങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെയാണ് ബ്രഹ്മാവ് അതിനെ ദർശിച്ചത്. പിന്നെ ഭഗവാന്റെ ആ പാദങ്ങൾ, ആ തൃപ്പാദങ്ങൾ ആശ്രയിക്കുന്നവരുടെ സകല അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നവയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങൾ അത് ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തു, ബ്രഹ്മാവിന്റെ അഭീഷ്ടങ്ങളെല്ലാം സാധിപ്പിക്കാനായിട്ട്. അത് നല്ല ചെന്താമരപ്പൂ വിടർന്നതുപോലെ നല്ല മൃദുവും നല്ല ചുവന്ന പാദങ്ങള്. ആ പാദങ്ങളിൽ അതിന്റെ ഓരോ താമര ഇതളുകൾ പോലെ നീണ്ട വിരലുകൾ, 10 വിരലുകള്, അതിന്റെ അഗ്രങ്ങളില് ചന്ദ്രൻ തന്റെ കുളിർമയുള്ള കിരണങ്ങൾ പൊഴിക്കുന്ന പോലെ ശോഭിക്കുന്ന നഖങ്ങള്. അങ്ങനെയുള്ള പാദങ്ങള്, തന്റെ തൃപ്പാദങ്ങള് ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുന്നു. ഭഗവാന്റെ മനോഹരമായ നാസിക, വളഞ്ഞ സുന്ദരമായ പുരികക്കൊടികള്, പവിഴാധരം, കാതുകളില് രത്നഖചിതങ്ങളായ കുണ്ടലങ്ങള്, ആ കുണ്ടലങ്ങളിലുള്ള രത്നങ്ങളുടെ ശോഭയാൽ ഭഗവാന്റെ കവിൾത്തടങ്ങളൊക്കെ കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്നു. അങ്ങനെയുള്ള ആ സുന്ദര മുഖത്തിന് മാറ്റുകൂട്ടുന്ന പോലെ ഭഗവാന്റെ ആ ഒരിക്കലും മായാത്ത പുഞ്ചിരി. ആ പുഞ്ചിരി എന്താണ്? ഭഗവാൻ ആ പുഞ്ചിരി കണ്ടാൽ എല്ലാരെയും മയക്കുന്ന പുഞ്ചിരിയാണ്. അതില് ലോകർ അവരുടെ സർവ്വ ദുഃഖങ്ങളും മറന്നു പോകും. അങ്ങനെയുള്ള ഭഗവാന്റെ അമന്ദഹാസം. പിന്നെ ഭഗവാന്റെ മാറില് വനമാലയുണ്ട്, തുളസിമാലയുണ്ട്, രത്നമാലകളുണ്ട്, മുത്തുമാലകളുണ്ട്. ഇവയ്ക്കൊക്കെ ഒപ്പം തന്നെ ലക്ഷ്മി ഭഗവതിയുടെ വാസസ്ഥാനമായ ആ മാറില് ഭൃഗു മഹർഷി സമ്മാനിച്ച ആ ബ്രാഹ്മണരുടെ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആ ശ്രീവത്സ മറുക്, ഇവയെല്ലാം കൊണ്ട് ഭഗവാന്റെ മാറിടം വളരെ ശോഭിതമായിരുന്നു. കോമള രൂപത്തെ ബ്രഹ്മാവ് ദർശിച്ചു. പർവ്വതത്തില് വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടാകും. വൃക്ഷങ്ങള് ശ്രേഷ്ഠമായിട്ട് പറയുന്നതാണ് ചന്ദനമരത്തിനെയാണ്. ആ ചന്ദനമരത്തിന്റെ ശാഖകള്, അതിൽ 100 ശാഖകള് ഭഗവാനെ വിരാട് സ്വരൂപമായിട്ട് കാണുമ്പോൾ ഭഗവാന് സഹസ്രബാഹു, സഹസ്രനേത്രം, സഹസ്രമുഖമെല്ലാമാണ്. സഹസ്രക്കണക്കിനാണ് ഭഗവാന് പാദങ്ങളും കൈകളും കാലുകളും എല്ലാം.
അങ്ങനെയുള്ള ഭഗവാന്റെ കൈകള് ചന്ദനമരത്തിന്റെ ശാഖകളില് സർപ്പങ്ങൾ ചുറ്റിക്കിടക്കും എന്ന് പറയാറുണ്ട്. അതില് ഈ സന്ധ്യാസമയത്ത് ആ സർപ്പങ്ങൾ ചുറ്റിക്കിടക്കുമ്പോൾ അതിന്റെ ആ സൂര്യരശ്മി ഏറ്റിട്ട് അതിൽ മാണിക്യം ഉണ്ടാകും. ശിരസുകളില് മാണിക്യം ധരിച്ചിരിക്കും ആ സർപ്പത്തിന്റെ ശിരസില്. ആ മാണിക്യം ശോഭിക്കും ഇങ്ങനെ. അതുപോലെയാണ് ഭഗവാന്റെ ആ ഉരുണ്ട കൈത്തണ്ടകൾ. ആ കൈത്തണ്ടകൾ ചന്ദനമരത്തിന്റെ ശാഖകൾ പോലെ ശോഭിച്ചിട്ട് അതില് ഈ സർപ്പങ്ങൾ, ഭഗവാൻ അനന്തശായിയാണ്. ആ അനന്തൻ ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട് ഭഗവാന്റെ കൈകളിലൊക്കെ. അതിന് മുകളില് ആ നാഗമാണിക്യത്തിന്റെ ആ പ്രകാശം, അത് ഇങ്ങനെ നല്ല വളരെ ഭംഗിയായിരുന്നു അങ്ങനെ കാണാനായിട്ട്. എങ്ങനെയാണോ ചന്ദനവൃക്ഷത്തില് നാഗങ്ങൾ ചുറ്റിക്കിടക്കുന്നത് പോലെ, അതുപോലെയായിരുന്നു ഭഗവാന്റെ കൈത്തണ്ട, ഭുജംഗശായിയായ ഭഗവാന്റെ കൈത്തണ്ടകള്. പിന്നെ ജഗത്തിന്റെ മൂലം അവ്യക്തമാണ്. അത് നമുക്ക് സാധാരണക്കാർക്കൊന്നും അറിയാൻ സാധിക്കുകയില്ല. ജ്ഞാനികൾക്ക് മാത്രമേ അത് കണ്ടെത്താൻ അവർ ശ്രമിക്കാറുള്ളൂ. അങ്ങനെ അവ്യക്തമായിരിക്കുന്നത് പോലെ തന്നെയാണ് ഈ വൃക്ഷത്തിന്റെ, ചന്ദനമരത്തിന്റെ മൂലം. അത് മണ്ണിനടിയിലാണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്ങനെയാണോ ആ ഭഗവാൻ, ആ ജഗത്തിന്റെ മൂലം നമ്മൾക്ക് എങ്ങനെയോ അവ്യക്തമോ അതുപോലെ ഈ ചന്ദന വൃക്ഷത്തിന്റെ മൂലവും അവ്യക്തമായിരുന്നു. അങ്ങനെയുള്ള ഒരു വൃക്ഷരൂപത്തിലും ബ്രഹ്മാവ് ഭഗവാനെ ദർശിക്കുകയാണ്. ഭഗവാന്റെ ആ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് ഭഗവാന്റെ മാറിലുള്ള വനമാല. ആ വനമാലയിൽ ധാരാളം തേൻ നുകരാനായിട്ട് വണ്ടുകൾ വരും, ധാരാളം വണ്ടുകൾ വരും. ആ വണ്ടുകളുടെ ഓങ്കാര ശബ്ദം ബ്രഹ്മാവിന് എങ്ങനെയാണ് തോന്നിയത്? വേദമന്ത്രങ്ങളാൽ ഭഗവാൻ വാഴ്ത്തപ്പെടുകയാണോ, ഭഗവാനെ ഇവർ സ്തുതിക്കുകയാണോ, അങ്ങനെയാണ് തോന്നിയത്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, നക്ഷത്രം ഇവരുടെയൊക്കെ അവർക്ക് പോലും അത്ര സുലഭനല്ല ഭഗവാൻ. എന്തുകൊണ്ടാണ് അവരും പ്രകാശിക്കുന്നത് ആ ഭഗവാന്റെ ആത്മജ്യോതിസിന്റെ പ്രകാശത്തിലാണ്. അത് ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ. ആ പൊരുളാണ് ഈ ഭഗവാൻ, ഈ ഏകവും അദ്വിതീയവുമായ ആ ബ്രഹ്മം. ഇങ്ങനെ 3 ലോകങ്ങളും വ്യാപിച്ച തേജസ്സോടുകൂടിയ ഭഗവാന്റെ ആയുധങ്ങള്, അത് ഭഗവാനെ ഇങ്ങനെ ചുറ്റി സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുദർശനം എന്ന ചക്രം, പാഞ്ചജന്യം എന്ന ശംഖ്, കൗമോദകി എന്ന ഗദ, നന്ദകം എന്ന വാൾ, ശാർങ്കം എന്ന വില്ല്, ഇവയൊക്കെ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോകസൃഷ്ടി ചെയ്യണമെന്ന സങ്കല്പമുള്ള ബ്രഹ്മാവിന്റെ ഉള്ളില് പഴയ അനുഭവങ്ങളുടെ വാസനയൊക്കെ ഉണ്ടെങ്കിലും നോക്കുമ്പോൾ അവിടെ മറ്റൊന്നും കാണുന്നില്ല. ആ ഭഗവാനെ, ഈ രൂപത്തിൽ ഭഗവാനെ കാണുന്നുണ്ട്. ഭഗവാന്റെ ഒപ്പം ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന ആ താമരയുണ്ട്. താമരയുടെ കർണികയിൽ താനിരിക്കും, തന്നെ കാണുന്നുണ്ട്. ചുറ്റും പ്രളയജലം. അത് ഒരു പർവ്വതത്തിന് ചുറ്റും എങ്ങനെയാണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പർവ്വതം എന്നതുപോലെ പ്രളയജലം, ആ കാരണജലം ചുറ്റും ഉണ്ട്. വായു, ആകാശം, ഇതിൽ നിന്ന് അന്യമായിട്ട് ബ്രഹ്മാവ് അവിടെയൊന്നും കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളില് പറയുന്നുണ്ട്, സൃഷ്ടിക്ക് ആവശ്യമായ ദ്രവ്യങ്ങൾ ഇനിയും ഇത് പോരാ, ഇനിയും ആവശ്യങ്ങളുണ്ട്. അപ്പൊ തനിക്കത് സ്വയം ചെയ്യാനുള്ള ശക്തിയും ഇല്ല, ഒന്നും തോന്നിക്കുന്നില്ല. അപ്പൊ ഇനി വേറെ നിവൃത്തിയില്ല, ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുക. അപ്പോഴേ നമുക്ക് ഈ അവ്യക്തമായിട്ട് എൻ്റെ ഉള്ളിൽ എന്തോ കിടക്കുന്നുണ്ടല്ലോ, അത് വ്യക്തമാകണമെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് തൻ്റെ ഉള്ളിലുള്ള രജോഗുണം വർദ്ധിച്ചത് കൊണ്ട് ആ രജോഗുണത്താൽ, ആ ഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാനെ, ആ ബ്രഹ്മാവ് സ്തുതിക്കാൻ തുടങ്ങിയാണ്. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇങ്ങനെ സ്തുതിച്ചു തുടങ്ങി. ഞാൻ അടുത്ത അധ്യായത്തിലാണ് വളരെ മനോഹരമായ ബ്രഹ്മാവിന്റെ സ്തുതി അടുത്ത അധ്യായത്തിലാണ്. ഈ അധ്യായം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്, ഇതോടെ അവസാനിക്കുന്നു. എങ്ങനെയാണോ ആ ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിക്കായിട്ട് പ്രേരിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ തിരുമേനി നമ്മളെ ഓരോരുത്തരെയും എനിക്ക് പ്രഭാഷണം വശമില്ല, എനിക്കിതൊന്നും ശീലമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമ്മളെ അനുവദിക്കാതെ ആ ഭാഗവതം ഓരോ അധ്യായമായിട്ട് അല്പാൽപമെങ്കിലും മനസ്സിലാക്കി എടുക്കണം. നമ്മുടെ കഴിവിനനുസരിച്ച് കുറേശ്ശെ പറയുന്നുണ്ടല്ലോ നാരദര, ശനൈ പതുക്കെ വരുള്ളൂ ഭഗവാൻ മനസ്സിൽ.
അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളെ പ്രഭാഷണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അത് എന്ത് മനസ്സിലാക്കിയോ അത് മനസ്സിലാക്കിയ പോലെ എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും അവതരിപ്പിക്കാൻ, പ്രഭാഷണം എന്ന പേരിൽ അവതരിപ്പിക്കാനായിട്ട് തിരുമേനി നമുക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരുന്നു. തിരുമേനിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എല്ലാം ഈശ്വരാനുഗ്രഹമായിട്ട് കരുതുന്നു. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീമന്നാരായണായ സമർപ്പയാമി. ശ്രീഹരേ നമഃ. ഭവേ ഭവേദ ഭക്തിപാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യദ പ്രഭോ. നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. ശ്രീഹരേ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. വളരെ വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള പ്രഭാഷണം എന്ന് തന്നെ പറയാം. കാരണം ദ്വിതീയം തൃതീയം ഒക്കെ ഒന്ന് പറഞ്ഞ് എത്തിക്കാവുന്ന എളുപ്പമല്ല. പിന്നെ ഇവിടുത്തെ ആ ഒരു അവതരണ ശൈലി അല്ലേ, എത്ര ഇടതടവില്ലാതെയുള്ള ഭാഷണം, ഭഗവാന്റെ അവതാര ആ രൂപത്തെയുള്ള വർണ്ണന എല്ലാം കൊണ്ടും അതിനെ അനുബന്ധിച്ചുകൊണ്ടുള്ള ആനുകാലികമായിട്ടുള്ള ജ്ഞാനപ്പാനയും അല്ലെങ്കിൽ മറ്റ് ഹരിനാമകീർത്തനങ്ങളും ഇതൊക്കെ അതിൽ നിന്ന് പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ ഭാഗവതം സത്യത്തില്. പക്ഷെ നമ്മളൊക്കെ ഇന്ന് പറയുന്നത് എന്താ, സംസ്കൃതം കേട്ട് മനസ്സിലാകുന്ന മലയാളം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പം ആ മലയാളം ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു നിർദ്ദേശം കൂടി നമുക്ക് അതിലൂടെ കാണിച്ചു തന്നു. തീർച്ചയായിട്ടും ആ ഹരിനാമകീർത്തനത്തിലും ജ്ഞാനപ്പാനയിലും പറയുന്നതിനപ്പുറത്തേക്കൊന്നും ഭാഗവതം പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും വളരെയധികം സന്തോഷം. അമ്മയ്ക്ക് ഇനിയും ധാരാളം പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ പാരായണങ്ങളും കീർത്തനം ചൊല്ലാനും ഒക്കെ ഗുരുവായൂരപ്പൻ ആയുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ എന്ന് നമുക്ക് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പന് മുമ്പിൽ പ്രാർത്ഥിക്കാം.